മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കാണാനാണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കാര്യമാകാം മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. അതിന് ഫണ്ട് കിട്ടാൻ വേണ്ടി നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് വളരെ വ്യക്തമായി തന്നെ ഏതെങ്കിലും തരത്തിൽ പരോക്ഷമായി അല്ലെങ്കിൽ ഒളിയമ്പ് എന്നൊന്നും പറയേണ്ട, നേർക്കുനേർ പറഞ്ഞതാണ്. ഫണ്ട് കിട്ടാൻ വേണ്ടി നയത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതാണ്. കാലാകാലങ്ങളിൽ ആ നയവും പിടിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുമോ? NEPക്ക് എന്താണ് പ്രശ്നം? മാത്രമല്ല തമാശ രൂപത്തിൽ ഞാൻ എൻ്റെ പഴയ നിലപാട് മാറ്റി എന്നതടക്കം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതാണ്. ഒരുപക്ഷെ ആ നിലപാട് മാറ്റത്തിനാണ് ABVP നേതാക്കൾ വന്ന് കാണുകയും മന്ത്രി വി ശിവൻകുട്ടിക്ക് ചെയ്തത്. മന്ത്രി ABVP എന്തായാലും വലിയ ആഹ്ലാദത്തിലാണ് അക്കാര്യത്തിൽ. ബിനോയ് വിശ്വത്തെ നേരിൽ കാണാനാണ് മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കാണാൻ വേണ്ടിയാണ് മന്ത്രി വി ശിവൻകുട്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. കാര്യങ്ങൾ വിശദീകരിച്ച് അനുനയിപ്പിക്കാനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ നയത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറിക്കഴിഞ്ഞു, NEPക്ക് എന്താണ് പ്രശ്നം എന്ന് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചു. ശിവൻകുട്ടി എന്ത് പറഞ്ഞാണ് ബിനോയ് വിശ്വത്തെ അനുനയിപ്പിക്കുക എന്ന കാര്യം അറിയില്ല. എന്തായാലും ബിനോയ് വിശ്വത്തിന്റെ പ്രശ്നം ഞങ്ങളെ അറിയിക്കാതെ, CPI അറിയിക്കാതെ ഇതൊക്കെ ചെയ്തു. ബിനോയ് വിശ്വം കൂടി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ടോ അറിയില്ല. ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അനുനയിപ്പിക്കുമ്പോൾ ഞങ്ങൾ നയത്തിൽ നിന്ന് പിന്മാറി ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എന്താണ് അനുനയത്തിനായി പറയുക? ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയതാണ്. അതിന് കാരണവും പറയുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഗതികേടാണ്. നമുക്ക് പണമില്ല നമ്മുടെ കയ്യിൽ. പണം കിട്ടാൻ നമ്മൾ മുന്നോട്ട് വെച്ച നമ്മുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ശിവൻകുട്ടി പറഞ്ഞ പശ്ചാത്തലത്തിൽ ആ നയത്തിൽ പിടിച്ചു നിൽക്കുന്ന CPIയോട് ഇനി എന്ത് പറഞ്ഞ് അനുനയിപ്പിക്കും എന്ന കാര്യം അറിയില്ല. ഇനി CPIയോട് ഒരു പക്ഷേ ഉപദേശിക്കുമായിരിക്കും. പണം കിട്ടാൻ നമ്മൾ രാഷ്ട്രീയ നയം അങ്ങനെ ഇക്കാലത്ത് കെട്ടിപ്പിടിച്ചിരിക്കൽ വലിയ കഥയില്ലാത്ത കഥയാണ് എന്നൊക്കെ പറഞ്ഞ് അനുനയിപ്പിക്കാനായിരിക്കും ബിനോയ് വിശ്വം ശ്രമിക്കുക. പുതിയ കാല രാഷ്ട്രീയമാണ്, പുതിയ കാല നയങ്ങളാണ്. അപ്പോൾ അതിൽ CPI അതല്ലാതെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ അതല്ലാതെ എന്ത് പറഞ്ഞ് അനുനയിപ്പിക്കും എന്ന ചോദ്യം കൂടി അവിടെ ഉണ്ട്. എന്തായാലും മന്ത്രി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്ക്. ശ്രീത്ത് വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീത്ത്, മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കാണുന്നതിന് മുൻപ് എന്തെങ്കിലും മാധ്യമങ്ങളോട് പറഞ്ഞോ? ബിനോയ് വിശ്വം എന്തെങ്കിലും പറഞ്ഞോ? ഹാഷ്മി, ശിവൻകുട്ടി മാധ്യമപ്രവർത്തകരെ MN സ്മാരകത്തിൽ എത്തുമ്പോൾ പറഞ്ഞ ഒറ്റ വാചകം മാത്രമാണ് സൗഹൃദ സന്ദർശനമാണ് എന്നാണ്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിന്റെ വിശദാംശങ്ങളടങ്ങിയ ഫയൽ അടക്കമുള്ള കാര്യങ്ങളുമായാണ് ബിനോയ് വിശ്വത്തെ കാണാനായി വി ശിവൻകുട്ടി എത്തിയിരിക്കുന്നത്. സൗഹൃദ സന്ദർശനം എന്ന ഒറ്റവരി പ്രതികരണം മാത്രമേ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇന്നലെ രൂക്ഷമായ വിമർശനങ്ങൾ ഈ ധാരണാപത്രം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുമ്പോഴും ശിവൻകുട്ടി ഞങ്ങളുടെ സഖാവാണ്, ശിവൻകുട്ടി ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ശിവൻകുട്ടിയെ പറ്റി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർക്കിടയിൽ ഒരു സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ച നടത്തി സമവായം ഉണ്ടാക്കാനുള്ള ശ്രമം, അതിന്റെ ആദ്യപടിയാണ് ഇപ്പോൾ വി ശിവൻകുട്ടി MN സ്മാരകത്തിൽ CPIയുടെ ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി വിശദീകരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഒരല്പം പിന്നോട്ട് പോയാൽ സ്പ്രിംഗ്ലർ വിവാദം മറ്റും ഉണ്ടായപ്പോൾ അന്ന് കാനം രാജേന്ദ്രൻ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച ഘട്ടത്തിൽ അന്നത്തെ IT സെക്രട്ടറി M ശിവശങ്കറെ CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ അയച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമവായം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതിന് സമാനമായ ഒരു നടപടിയായി വേണമെങ്കിൽ ഇതിനെ കാണാം. ഇപ്പോൾ വി ശിവൻകുട്ടി ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയായ വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കാണാൻ വരുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ അടങ്ങിയ വിവരങ്ങളുമായാണ് വരുന്നത്. എന്ത് സാഹചര്യത്തിലാണ് ഒപ്പിടേണ്ടി വന്നത്, ചർച്ച നടത്താത്തത് വീഴ്ചയാണ് എങ്കിൽ പോലും എന്ത് സാഹചര്യത്തിലാണ് ഒപ്പിടാത്തത് എന്ന കാര്യം ബിനോയ് വിശ്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു ഒരു ഇടപെടലിനുള്ള ശ്രമമാണ്. പിന്നീട് മുഖ്യമന്ത്രിയും ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശത്തായതുകൊണ്ട് അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം മാത്രമേ മറ്റു ചർച്ചകളിലേക്ക് എന്താണ് അനുനയിപ്പിക്കാൻ പറയുക എന്നുള്ളവർ ഇപ്പോഴും പിടികിട്ടുന്നില്ല. മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ പറയുന്നുണ്ട് ആ നയത്തിൽ നിന്ന് ഞാൻ പിന്മാറി, അല്ലെങ്കിൽ ഞാൻ നയം മാറ്റിയ തമാശ രൂപത്തിലാണെങ്കിൽ കൂടി ശിവൻകുട്ടി പറയുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയ നയങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ കിട്ടാനുള്ള പണം നമുക്ക് കിട്ടില്ല, ഒരു നയം പിടിച്ചുകൊണ്ടിരുന്ന് ആ പണം കളയാൻ കഴിയില്ല എന്ന് പരോക്ഷമായല്ല പ്രത്യക്ഷമായി തന്നെ പറയുന്നുണ്ട് മന്ത്രി വി ശിവൻകുട്ടി. അപ്പോൾ കാലം മാറി ബിനോയ് വിശ്വമേ, ഈ നയം പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പണമൊന്നും കിട്ടില്ല, പണം കിട്ടണമെങ്കിൽ നമുക്ക് നയം മാറ്റൂ, ഞങ്ങളുടെ വഴിയേ വരൂ എന്നതല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ വിദ്യാഭ്യാസ മന്ത്രിക്ക് ബിനോയ് വിശ്വത്തോട്? ശ്രീത്. ഹാഷ്മി, വിദ്യാഭ്യാസ മന്ത്രി CPI അനുനയിപ്പിക്കാൻ എന്തു പറയുമെന്നത് ദുർഗ്രഹമായ ഒരു വിഷയമല്ല, മറിച്ച് വളരെ ലളിതമാണ്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയേ മതിയാകൂ എന്ന് തന്നെയാണ് CPIMന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നിലപാട്. CPIയും IMുമായി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് വകുപ്പ് ഇക്കാര്യത്തിൽ എടുത്തത്. ധാരണാപത്രം ഒപ്പിടേണ്ട സാഹചര്യം എന്താണ്, ഏത് പരിസ്ഥിതിയിലാണ് ഇത്തരമൊരു ധാരണാപത്രം ഒപ്പിടേണ്ടി വന്നത് എന്ന് ബോധ്യപ്പെടുത്തുക മാത്രമേ CPIയോട് ഇനി CPIMനും വിദ്യാഭ്യാസ വകുപ്പിനും ചെയ്യാനുള്ളൂ. അതിനപ്പുറത്തേക്ക് കടന്ന ഒരു കാര്യങ്ങളും ഈ ധാരണാപത്രത്തിൽ പുറകോട്ട് പോവുകയോ അതുപോലുള്ള മറ്റു നടപടികളോ
ഒന്നും സ്വീകരിക്കാനിടയില്ല. NEP ഇതിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന കാര്യം ഇതിൻ്റെ മാനദണ്ഡങ്ങളിലും മറ്റും ഉണ്ട്. അതുകൊണ്ട് NEP നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ എത്രത്തോളം വസ്തുതാപരമാണ്, എത്രത്തോളം യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്നതാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ CPI എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധിയോ വെക്കാൻ തൽക്കാലം ഒന്നുമില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ CPI സർക്കാർ ഒരുക്കമല്ല എന്നതാണ് വസ്തുത. ഓക്കെ, ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇനി പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഏതെങ്കിലും തരത്തിൽ ഒരുക്കമാണെങ്കിൽ അത് സാധ്യമല്ല എന്നുള്ള കാര്യം CPM നന്നായിട്ട് അറിയാം. എന്താണ് അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്. അത് പിന്മാറാനുള്ള അവകാശമുള്ളത് കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല CPM അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വകുപ്പുണ്ടെങ്കിലും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കാര്യം വളരെ വ്യക്തമായി, വളരെ ഭംഗിയായി തന്നെ, വളരെ വ്യക്തമായി തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ അക്കാര്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിക്കണം. കാര്യം നേർക്കുനേർ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് പണമാണ് പ്രധാനം, നയമല്ല പ്രധാനം. പണം കിട്ടാൻ നയം നമ്മൾ മാറ്റിവെക്കുന്നു എന്ന് വളരെ വ്യക്തം. അതല്ലാതെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് പോലെ ഇത് എന്താണ് തൊഴിലാളി വർഗം, ഭൂപ്രഭുത്വം, അധികാര പ്രമത്തത, എന്താണ് മറ്റേ ആന്തോളനം തുടങ്ങിയ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ വളരെ നേർക്കുനേർ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്ന പോലെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതിന് മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം അറിയിക്കണം. അപ്പോൾ എന്തായാലും ബിനോയ് വിശ്വത്തെ കാണാൻ വേണ്ടി പോവുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. അപ്പോൾ ബിനോയ് വിശ്വത്തെ ഏത് രീതിയിൽ അനുനയിപ്പിക്കുമെന്ന കാര്യം അടക്കം സംശയമാണ്. ശ്രീ തുടരുന്നുണ്ട്. ശ്രീത്ത്, ഇതിൽ NEP നടപ്പാക്കുന്നതിലുള്ള പഴയ CPIയുടെ നയങ്ങളടക്കം വിഴുങ്ങേണ്ടി വരുന്നതിനുള്ള വല്ലാത്ത അസ്വസ്ഥത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കേണ്ടതാണ്. CPM ഉണ്ടോ എന്നറിയില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മന്ത്രിസഭയിലടക്കം തങ്ങളുടെ മന്ത്രിമാർ അവിടെ ഇരിക്കെ തങ്ങളുടെ മന്ത്രിമാർ ആവർത്തിച്ച് വാവിട്ട് ചോദിച്ചിട്ടും കമാന്നൊരക്ഷരം ഇണ്ടാതെ, ഒരു അക്ഷരം മിണ്ടാതുരിയാടാതെ പോയി ഒപ്പിട്ടതിന് ശേഷം മാത്രം പത്രങ്ങളിൽ കൂടെ മാത്രം വായിച്ചറിയേണ്ടി വരുന്ന ഒരു ഘടകകക്ഷിയുടെ ഗതികേട്. ഇതൊക്കെ വി ശിവൻകുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ബിനോയ് വിശ്വത്തിന് കഴിയുമോ ശ്രീത്? ഹാഷ്മി ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. അതായത് ധാരണാപത്രം ഒപ്പിട്ടിട്ട് പിന്നീട് ചർച്ചയ്ക്ക് എന്ത് പ്രസക്തി എന്നത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. ധാരണാപത്രം ഒപ്പിടേണ്ടി വന്ന സാഹചര്യം എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തി CPI അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നൊരു മാർഗം മാത്രമേ CPM മുന്നിലുള്ളൂ. അല്ലെങ്കിൽ അവർ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണം. ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ എത്രത്തോളം കഴിയുമെന്ന കാര്യം സംശയമുണ്ട്. മാത്രമല്ല, അങ്ങനെ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ CPM അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പോ തയ്യാറല്ല എന്ന വസ്തുതയുമുണ്ട്. അപ്പോൾ തങ്ങൾ പിടിച്ച നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ CPI ഏതെങ്കിലും വിധത്തിൽ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് പ്രശ്നം. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ നയമാണോ പണമാണോ എന്ന് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പണമാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ്, സർക്കാരിന്റെ അവസാന പാദത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ പണം പല പദ്ധതികൾക്കും വേണം. അപ്പോൾ പണമില്ലാതെ വന്നാൽ സർക്കാർ വകുപ്പാകെ പ്രതിസന്ധിയിലാകും, വകുപ്പാകെ സ്തംഭിച്ചു നിൽക്കുന്ന സ്ഥിതി ഉണ്ടാകും. ആ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ നയം കുറെ കാലത്തേക്ക് അങ്ങ് മാറ്റിവെക്കാം, ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാ കാലത്തും എതിർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നയം മാറ്റിവെച്ച് പണം സ്വീകരിക്കാനുള്ള തീരുമാനം CPIM എടുക്കുമ്പോൾ അതിനു മുന്നിൽ CPI വഴങ്ങുമോ എന്നാണ് ചോദ്യം. കാരണം CPIക്ക് ഉണ്ടായിരിക്കുന്ന നാണക്കേട്, അഭിമാനക്ഷതം, ഇതിനൊക്കെ പരിഹാരം കാണാൻ ഈ അനുനയ ചർച്ചയ്ക്ക് കഴിയുമോ എന്നതും സംശയമാണ്. ഓക്കെ, ആർഷിക ദൂരങ്ങളാണ്. ശ്രീത്തം, ഇതിൽ CPI അറിഞ്ഞില്ല ശരി, പക്ഷേ CPM അറിഞ്ഞിട്ടുണ്ടോ? LDF കൺവീനർ എന്ന മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നിയത് വ്യക്തമായും അത് ക്ലൂലെസ് ആണ്. ഇതിനെപ്പറ്റി, ഇതിൽ ഉപാധികളെ പറ്റി എന്താണെന്നതിനെപ്പറ്റി LDF കൺവീനർ അറിയുകയില്ല എന്നത് യാഥാർത്ഥ്യം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തിന് ഈ ടൈപ്പിലുള്ള സൈദ്ധാന്തിക വാക്കുകൾ വശമുള്ളതുകൊണ്ട് അദ്ദേഹം അതൊക്കെ പറഞ്ഞ് പിടിച്ചതൊന്നും അല്ലാതെ CPM സംസ്ഥാന സെക്രട്ടറിയോ CPM മന്ത്രിമാരോ പോലും ഈ ഏക ഒപ്പിട്ടുകാരെ പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.